9 വർഷത്തെ പഴക്കമുള്ള ഫോണാണ് ഈ ഒരു iPhone 7 Plus എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു ഫോൺ ഇനി നിങ്ങൾ മേടിക്കണോ? ഈ ഒരു വർഷം ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് തീരുമാനിക്കാം. സോ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ iPhone റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോ ഇട്ട്. സോ ഈ 7 Plusനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 9 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2016 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. സോ ഈ ഒരു ഫോൺ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഡിവൈസാണ്. കാരണം ഇതിൻ്റെ ഒരു ബിൽറ്റ് ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ആ ഒരു ഡ്യുവൽ ക്യാമറ മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫിംഗർ പ്രിൻറ്റ് ഹോം ബട്ടൺ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫോണിൻ്റെ ബിൽഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആപ്പിളിൻ്റെ ഐഫോൺസ് എല്ലാം തന്നെ പണ്ടാണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ ഈ ഒരു ഫോൺ അലുമിനിയം ബാക്കും അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 188 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് കൊടുത്തിട്ടുള്ളത്. വെയിറ്റും കാര്യങ്ങളൊന്നും അധികമൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ വരുന്നുള്ളൂ. പിന്നെ ഒരു ഫോണിൻ്റെ നമ്മൾ IP റേറ്റിങ്ങിലോട്ട് നോക്കുകയാണെങ്കിൽ IP67 ടെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. IP68 റേറ്റിംഗ് നമുക്ക് വരുന്നില്ല. സോ നിങ്ങൾ ഈ ഒരു ഫോൺ വെച്ച് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ അടിച്ചു പോകുന്നത്. സോ ഞാൻ പറഞ്ഞ ആ ഒരു IP റേറ്റിങ്ങിൻ്റെ അത് എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാവും. നിങ്ങൾ 12ഉം 13ഒക്കെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന പോലെ ഈ ഒരു ഫോൺ എടുത്ത് തന്നെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും. സോ ഈ ഒരു ഫോണിൻ്റെ ബിൽറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ആ ഒരു ഫോണിനോടൊക്കെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് അന്നേ ആപ്പിൾ ഈ ഒരു ഫോണൊക്കെ ബിൽഡ് ചെയ്ത് വിട്ടത്. സോ ബിൽറ്റ് ആൻഡ് ഡിസൈനിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഫോൺ ഈ ഒരു 7 Plus ആപ്പിൾ കൊടുത്തിട്ടുള്ളത് IPS LCD പാനലാണ്. സോ AMOLED സ്ക്രീനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുന്നില്ല. ഈ ഒരു LCD ഡിസ്പ്ലേ ആയിരുന്നാൽ പോലും നല്ല സ്മൂത്തായിട്ടുള്ള ടച്ച് റെസ്പോൺസ്, അതുപോലെ തന്നെ സ്മൂത്തായിട്ട് തന്നെ ഡിസ്പ്ലേ നമുക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫോണിൽ നിങ്ങളൊരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളൊരു LCD സ്ക്രീനിൽ കാണാമെന്നുള്ള ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം നല്ല രീതിക്കുള്ള കളർ കാലിബ്രേഷനും ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ അപ്പോൾ വീഡിയോ പെർഫോമൻസിലൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ യൂട്യൂബ് ആയാലും ചില OTT പ്ലാറ്റ്ഫോം ഇല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന OTT പ്ലാറ്റ്ഫോംസിലായാലും നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ സ്ട്രീം ചെയ്യുമ്പോൾ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഡിസ്പ്ലേ ഭാഗത്തുനിന്ന് ഞാൻ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഉള്ള ഫോൺസുമായിട്ടും നമുക്ക് ഏറെക്കുറെ പിടിച്ചേക്കാം. എന്ന് വെച്ചാൽ AMOLED സ്ക്രീനിൽ അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കിട്ടുന്ന അത്രയ്ക്ക് പെർഫെക്റ്റ് ക്വാളിറ്റി അതൊന്നുമല്ല. LCD ആണ്, എന്നാൽ പോലും അതിന് തരാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഗെയിമിംഗ് കളിക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ടച്ച് വർക്കാവാതിരിക്കുക അല്ലെങ്കിൽ പല സൈഡിലൊക്കെ വർക്കാവുക അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും എൻ്റെ ഈ ഒരു ഡിവൈസ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. സോ ഫാർ ഈ ഒരു ഡിസ്പ്ലേ ഓക്കെയാണ് ഇന്നത്തെ കാലത്ത്. പിന്നെ എനിക്ക് നമ്മൾ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ഫുൾ സ്ക്രീൻ ഉള്ളൊരു ഡിസ്പ്ലേ അല്ല. ഒരു ഹോം ബട്ടൺ കാര്യങ്ങളൊക്കെ ഫിംഗർ പ്രിൻറ്റ് ഇൻ്റഗ്രേറ്റഡ് ഹോം ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബസൽസ് അത്യാവശ്യമുണ്ട്. സോ അതൊക്കെ ഇന്നത്തെ ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവാണ് ഡിസ്പ്ലേ ഭാഗത്തുനിന്ന്. അതർവൈസ് നല്ല സ്മൂത്തായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേ വർക്ക്. ഈ ഒരു iPhone 7 Plusൻ്റെ പെർഫോമൻസ് സൈഡിലായിട്ട് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു ഫോണിന് ആപ്പിൾ കൊടുത്തിട്ടുള്ളത് A10 ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു 60 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റാണ്. സോ ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പവർഫുള്ളാണ്. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഡേ ടു ഡേ ലൈഫിൻ്റെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നടന്നു നോക്കുകയുള്ളൂ, സ്മൂത്തായിട്ട് തന്നെ നടന്നു നോക്കുകയുള്ളൂ. ഇഷ്യൂസ് ഇല്ലാതെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, വാട്ടെവർ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടാസ്കുകളൊക്കെ സ്മൂത്തായിട്ട് ഈ ഒരു ഫോണിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ iOS വേർഷനിലോട്ട് നോക്കുവാണെങ്കിൽ iOS 15 ആണ് ഈ ഒരു ഫോണിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്ഡേറ്റൊക്കെ സ്റ്റോപ്പായ ഡിവൈസാണ്. സോ ആ ഒരു അപ്ഡേറ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ ചില ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് കമ്പാറ്റബിലിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഗൂഗിൾ പേയുടെ ഒരു iOS അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയത് ഈ ഒരു ഡിവൈസിൽ നിന്ന്. ഇതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് പോകും തോറും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയാലും നിങ്ങൾ ഡെയിലി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഒക്കെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ നിന്ന് പോകാവുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുമാണ് ഈ ഒരു ഡിവൈസ് എടുക്കാൻ നേരത്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. പിന്നെ പെർഫോമൻസ് ഇപ്പോൾ ഗെയിമിങ്ങിലാണ് ഈ ഒരു ഫോൺ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാഷ്വലായിട്ടുള്ള ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാം. നിങ്ങളൊരു
കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ പബ്ജി, പെസ്, അതിലെ ഫ്രീ ഫയർ ഇങ്ങനത്തെ ഗെയിംസൊക്കെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ എടുക്കുന്നതെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്മൂത്ത് ഹൈ സെറ്റിങ്സിലൊന്നും ഈ ഒരു ഫോണിൽ ഇപ്പോൾ റൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഹീറ്റിംഗ് ഇഷ്യൂ ഒബ്വിയസ്ലി ഉണ്ട്. കാരണം അലുമിനിയം ആണ് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ്. ഒബ്വിയസ്ലി ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പിന്നെ നമുക്കറിയാം ചിപ്സെറ്റ് അത്രയ്ക്ക് ഞങ്ങൾ ഗെയിമിങ്ങിന് നല്ലൊരു പെർഫോമൻസ് തന്നെയൊരു ചിപ്സെറ്റ് അല്ല ഈ ഒരു 7+ൻ്റെ. സോ നിങ്ങളൊരു ഹെവി ഗെയിമിംഗ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ഈ ഒരു ഡിവൈസ് എടുക്കുക. നിങ്ങൾ ക്യാഷ്വലായിട്ട് വേണമെങ്കിൽ ഒരു ടെമ്പിൾ റൺ അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇങ്ങനത്തെ ഗെയിംസൊക്കെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. വേറെ ഇഷ്യൂസ് കാര്യങ്ങളില്ല. പബ്ജി, ബസ് എല്ലാം കളിക്കാം. പക്ഷേ നമ്മൾ ഗ്രാഫിക്സ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും, കുറച്ചിട്ട് കളിക്കേണ്ടതായിട്ട് വരും. ആ ഒരു ഗെയിമിൻ്റെ ഒരു ഹൈ എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നില്ല. സോ അതർവൈസ് പെർഫോമൻസ് നോർമൽ ടാസ്കൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസൊക്കെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഹെവി ഗെയിമിങ്ങിലോട്ടൊക്കെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതർവൈസ് ഇറ്റ്സ് സ്റ്റിൽ നല്ല പെർഫോമൻസ് ഈ ഒരു 7+ നമുക്ക് തരുന്നുണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും പെർഫോമൻസ്. ഈ ഒരു iPhone 7+ൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ ഒരു ക്യാമറ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ക്യാമറയിലോട്ട് നോക്കുവാണെങ്കിൽ റെയർ ക്യാമറ വന്നിട്ട് 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസുമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോ ക്വാളിറ്റിയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളും കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ 13, 14, 15 കിട്ടുന്ന അത്രയ്ക്ക് ഇങ്ങോട്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്കറിയാം എവല്യൂഷൻ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഓരോ പുതിയ മോഡൽസ് ഇറങ്ങുമ്പോഴും ലെൻസിൽ അതിൻ്റെതായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അത്രയും വർഷം മുമ്പും ഈ ഫോൺ അത്രയും നല്ല ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്ന ഒരു ഡിവൈസാണ്. ഇപ്പോഴും ആ ഒരു അന്ന് നമുക്ക് എത്രത്തോളം പെർഫോമൻസ് കിട്ടുന്നുണ്ടോ ക്യാമറയിൽ, ആ ഒരു പെർഫോമൻസ് തന്നെ ഇപ്പോഴും നമുക്ക് ഈ ഒരു 7+ന് കിട്ടുന്നുണ്ട്. നമ്മൾ വേറെ ഹയർ വേരിയൻസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ ഒരു പെർഫോമൻസ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും നല്ല ക്യാമറ ക്വാളിറ്റിയാണ്, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹയർ വേരിയൻസ് ആയിട്ടുള്ള 13, 14, 15 അല്ലെങ്കിൽ പ്രോ വേരിയൻസ് ആയിട്ടുള്ള ഐഫോൺസിൻ്റെ ഫോട്ടോസൊന്നും വെച്ച് ഈ ഒരു 7+ൽ എടുക്കുന്ന ഫോട്ടോസ് കമ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ ട്രൂ ക്വാളിറ്റി എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ഒരു 7+ൻ്റെ വീഡിയോ പെർഫോമൻസ് അല്ലെങ്കിൽ വീഡിയോ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറ വരുന്നത് 4K 30 FPS ആണ്. 60 FPS സപ്പോർട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഡിവൈസിലില്ല. വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് വീഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിന് തരാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റി നമുക്ക് വീഡിയോയിൽ തരുന്നുണ്ട്. മോശമില്ലാതെ തന്നെ പറയാം. എന്ന് വെച്ച് നമുക്ക് 12-ലും അല്ല 13-ലൊക്കെ കിട്ടുന്ന പോലെ ഹൈ ക്വാളിറ്റി അത്രയ്ക്കങ്ങൾ ക്വാളിറ്റി ഉണ്ടെന്നല്ല. ഈ ഒരു ഫോണിന് എത്രത്തോളം ക്യാപ്പബിലിറ്റി ഉണ്ടോ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോൺ വീഡിയോ ഔട്ട്പുട്ടും ഇനി സെൽഫി ക്യാമറയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 7 മെഗാ പിക്സലിനാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ള ക്യാമറ. 1080 30 FPS ആണ് ഈ ഒരു ഫോണിൽ വരുന്ന സെൽഫി വീഡിയോ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. കുഴപ്പമില്ലാതെ സെൽഫി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ വെച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഓവറോൾ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു ഫോണിന് തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ വെച്ച് നമുക്ക് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും തരുന്നുണ്ട്. ഫൈനലി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് 2900 mAh ബാറ്ററിയാണ്. സോ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു 7+ ഒക്കെ ഇനി മേടിക്കാൻ പോകുന്നത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലായിരിക്കും. സോ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫോണൊക്കെ മേടിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയാണ്. സോ നമ്മൾ എങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ഡിവൈസ് കറക്റ്റായിട്ട് നോക്കി മേടിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ഐ ബട്ടണിൽ കൊടുക്കാം. അത് തീർച്ചയായിട്ടും നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി സപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. സോ ആ വീഡിയോ നിങ്ങൾ മസ്റ്റ് വാച്ച് ആണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഹെൽത്തുള്ള ബാറ്ററി നോക്കി നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. ഒരു 7 നമുക്കറിയാലോ 85% ഒക്കെ ഈ ഒരു 7+ ഒക്കെ നല്ല ഹെൽത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ. എന്നാലും നിങ്ങൾ മാക്സിമം നല്ല ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസ് നോക്കി മേടിക്കുക. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിന് പറയുകയാണെങ്കിൽ ഷോക്കെന്ന് തന്നെ പറയാം. കാരണം ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ബാറ്ററിയുടെ പെർഫോമൻസും ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം
നമുക്ക് കുറച്ച് ഒരു 2.5 hours ഒക്കെയാണ് മാക്സിമം നമുക്കൊരു ബാറ്ററി ബാക്കപ്പ് എന്ന രീതിയിൽ പറയാനായിട്ട് പറ്റുള്ളൂ. അത്രയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. 2 times 3 times ഒക്കെ 2 times എന്തായാലും നിങ്ങളൊരു ഡേ ചാർജ് കുത്തി ഇടേണ്ടതായിട്ട് വരും. അത്യാവശ്യം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബാറ്ററി സൈഡ് കുറച്ച് വീക്കാണ് ഈ ഒരു 7 Plusൻ്റെ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല, സ്ലോ ചാർജിങ് ആണ്. സോ ചാർജ് കയറാനായിട്ട് തന്നെ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. സോ ഇതൊക്കെയാണ് ബാറ്ററിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മൾ ബാറ്ററി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ബാറ്ററി എങ്ങനെ ഡ്രെയിനേജ് അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിൻ എങ്ങനെ കുറയ്ക്കാമെന്നതിന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ 2 വീഡിയോസ്, ബാറ്ററി അതുപോലെ തന്നെ എങ്ങനെ നല്ല സെക്കൻഡ് ഹാൻഡ് ഐഫോൺസും കാര്യങ്ങൾ ചൂസ് ചെയ്യാം, ഈ 2 വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. സോ അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇനി ഫൈനലായിട്ട് ഈ ഒരു ഫോൺ അല്ലെങ്കിൽ ഈ ഒരു 7 Plus ഈ ഒരു 2025 എടുക്കണം വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കേണ്ടതെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇതൊരിക്കലും നിങ്ങൾക്കൊരു പ്രൈമറി ഡിവൈസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഒബ്വിയസ്ലി 5G ഇപ്പോൾ 5G എല്ലായിടത്തും തന്നെ വന്നിട്ടുണ്ട്. 5G സപ്പോർട്ട് ഉണ്ടാവില്ല. സോ അതിൻ്റേതായ നെറ്റ്വർക്ക് 4G ഉണ്ടെന്ന് പറഞ്ഞാലും 5G പുതിയൊരു നെറ്റ്വർക്ക് വരുമ്പോൾ ഗ്രാജുവലി സെല്ലുലാർ കമ്പനികൾ ആ ഒരു 4Gയുടെ സ്പീഡ് തന്നെ ഇനിഷ്യലി കുറയ്ക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് സ്പീഡിൽ നല്ല വ്യത്യാസമായി നല്ല സ്ലോ ഫീൽ ഉണ്ടാവും 4G തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാലും. സോ 5Gയുടെ സപ്പോർട്ട് നമുക്ക് വരുന്നില്ല, അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത് ഈ ഒരു ഫോൺ iOS അപ്ഡേറ്റ്സും കാര്യങ്ങളും നിന്നൊരു ഡിവൈസാണ്. അപ്പോൾ നമുക്കറിയാം ഇനിയിപ്പോൾ മെയിനായിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് UPI ആപ്സ്, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഈ ആപ്സൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇതിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് പോയതാണ്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ ഒരിക്കലും നിങ്ങൾക്ക് പ്രൈമറി ഡിവൈസ് ആക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഇനി വരുന്ന വർഷങ്ങളിലും ചില ആപ്സിൻ്റെയൊക്കെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ സ്റ്റോപ്പായി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അപ്ഡേറ്റ്സ് ഇല്ലാത്തൊരു ഫോൺ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്കൊരു സെക്കൻഡറി ഡിവൈസായിട്ട് സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫോൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സിം ഇട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഫോൺ കയ്യിൽ സെക്കൻഡറി ആയിട്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ ധൈര്യമായിട്ട് എടുക്കാം. സോ ഇതൊക്കെയാണ് ഈ ഒരു 7 Plusനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്കറിയാം ബാറ്ററി ഞാൻ പറഞ്ഞു, ബാറ്ററി കുറച്ച് ചാർജ് കയറാൻ തന്നെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു 10,000 രൂപയുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്താൽ പോലും നമുക്ക് ഏകദേശം ഒരു 45 വാട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എന്തായാലും കിട്ടുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഒരു 9,000 7,000 അടുത്തൊക്കെ ഈ ഒരു ഫോൺ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വിലയുണ്ട്. സോ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ഇതിൻ്റെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാം, അപ് ടു ഡേറ്റും ആയിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു ഫോൺ എടുക്കണോ വേണമെന്ന് തീരുമാനിക്കാം. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു, പ്രൈമറി ഡിവൈസായിട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതേ മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരേക്കും ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.